നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് സാധാരണ നിലയിൽ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു. 2 തരത്തിലുള്ള പരിപാടികളായിരുന്നു. കാലത്ത് ജില്ലയിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്ത 500ഓളം പേർ പങ്കെടുത്തൊരു യോഗം. ആ യോഗത്തിലുണ്ടായ ഒരു പ്രത്യേകത, നാടിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരെല്ലാവരും പങ്കുവെക്കാൻ തയ്യാറായി. ഇനി എങ്ങനെ നാട് മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ചും കൃത്യമായ ദിശാബോധത്തോടെയുള്ള അവതരണങ്ങൾ നടന്നു. ചുരുക്കത്തിൽ LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ മതിപ്പ് രേഖപ്പെടുത്തി LDFനോടൊപ്പം അണിചേരുന്ന പ്രവണതയാണ് ആ യോഗങ്ങളിലെല്ലാം പ്രകടമായത്. ഇത് LDFന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ കരുത്ത് പകരുന്നൊരു കാര്യമാണ്. മാത്രമല്ല, എല്ലായിടങ്ങളിലും നടന്ന പൊതു റാലി അത് വൻപിച്ച ജനപങ്കാളിത്തമായിരുന്നു. അതും LDFനോടുള്ള ബഹുജനങ്ങളുടെ അദമ്യമായ താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്നലെയാണ് LDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടന്ന നിലയുണ്ടായത്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ M. സ്വരാജ് LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നുവെന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് അതിനുണ്ടായത്. നിങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളവർക്ക് സ്വരാജിനെ നേരിട്ട് അറിയാവുന്നതാണ്. നിങ്ങൾ വലിയ താല്പര്യത്തോടെയാണ് ആ സ്ഥാനാർത്ഥിത്വം ഏറ്റുവാങ്ങിയത്.
ഇവിടെ ഇന്നലെ ശ്രദ്ധിച്ച ഒരു കാര്യം, സാധാരണ നിലയിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പര്യടനം നടത്തുമ്പോൾ LDFകാര് വലിയ തോതിൽ അടിച്ചുകൂടാറുണ്ട്. എന്നാൽ ഇന്നലെ കണ്ട ദൃശ്യം തീർത്തും വ്യത്യസ്തമായതാണ്. പതിവ് പോലെ LDFകാരുണ്ട്, എന്നാൽ LDFകാരാണോ, അറിയപ്പെടുന്ന LDFകാരാണോ ഇതേവരെ LDFന്റെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കാത്ത ഒരു വിഭാഗം ആളുകൾ, അവരാണോ കൂടുതലുണ്ടായത് എന്ന സംശയം തോന്നുമാറാണ് ഓരോ പരിപാടിയും നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രമുഖരായ LDF നേതാക്കൾക്കടക്കം വലിയ തള്ളൽ ഇന്നലെ അനുഭവിക്കേണ്ടി വന്നു എന്നും അറിയാനിടയായി. ഇതൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതില് ആശ്ചര്യമില്ല. ഇതേവരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. ഏതെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോൾ അയാൾ എന്നെ കാണാതിരിക്കട്ടെ എന്ന് മനസ്സിൽ ചിന്തിക്കേണ്ട ആവശ്യം സ്വരാജിനില്ല. ആരുടെ മുന്നിലും തല ഉയർത്തി തന്നെ നിർത്തി അഭിമാനത്തോടെ മുന്നണിയുടെ പ്രതിനിധിയായി വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഒരു കറകളഞ്ഞ വ്യക്തിത്വം അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് കാണുന്ന ഈ മഹാ ജനപങ്കാളിത്തമുള്ള കൺവെൻഷൻ. എല്ലാം കൊണ്ടും നല്ല തുടക്കമായി എന്നതാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. LDFന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകും എന്നതാണ് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള വികാരം. ഈ മണ്ണിൻ്റെതായ പ്രത്യേകതകൾ പലതുണ്ട്. കുഞ്ഞാലിയെ ഈ ഘട്ടത്തിൽ നാം എല്ലാം ഓർത്തുപോകും. പൊതുപ്രവർത്തനത്തിനിടക്ക് നിയമസഭാ പ്രവർത്തനത്തിനിടക്ക് കൊല ചെയ്യപ്പെട്ട സഖാവ് കുഞ്ഞാലി ഇന്നും മണ്ഡലം, മലപ്പുറം ജില്ല, കേരളം വേദനയോടെ ഓർക്കുന്ന സംഭവങ്ങൾ. എന്നാൽ കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിന്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു പ്രദേശം. കേരളത്തിലെ 1921 പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിന്
വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി. ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിന്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിന്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട്. ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അന്തമാനിലേക്കടക്കം നാട് കടത്തപ്പെട്ടവർ, അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല.